അപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ രസികർ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് കേട്ടു തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്. കമൽഹാസൻ, രജനി സാറ്, മറ്റേത് മറിച്ചൊരു, പിന്നെ അമിതാഭ് ബച്ചനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറയാം, അയ്യോ അതൊക്കെ വലിയ മറ്റേ 10-20 കൊല്ലം കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ആകുമ്പോൾ, അല്ല ചേച്ചി നമ്മളിപ്പോൾ സുകുമാരൻ ചേട്ടനെ ആലോചിച്ച് നോക്കുമ്പോൾ ചേട്ടൻ്റെ മോനല്ലേ, അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് ഇവർ ചെറിയ രീതിയിൽ. പിന്നെ കാണുന്നത് നന്ദനം വന്നപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമാക്കി. ഈ ചെറിയ ചെറിയ ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ട് രാജുവിൻ്റെ പടം, രേവതിയും രാജുവും കൊണ്ടുള്ള പടം, അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് സുഖേട്ടൻ്റെ ഒരു പടത്തിൻ്റെ മുമ്പിൽ തന്നെ, അതിൻ്റെ മുമ്പിൽ ഇവൻ നിൽക്കുന്ന പടം, ഇങ്ങനെ ഒരു 4-5 ഫ്ലക്സ് ബോർഡൊക്കെ അടിച്ചൊക്കെ വെച്ച്. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ കഷ്ടം ഇവരെങ്ങനെ എന്തായത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പിള്ളേർ, കാരണം അതൊന്നും എനിക്കും അന്ന് ഇത്ര അറിയാനും വയ്യ. അപ്പം ഞാൻ ഇവനോട്ട് കിട്ടത്തില്ല. ഇവനപ്പോഴത്തേക്കും തിരിച്ച് ഓസ്ട്രേലിയയിൽ പോകുന്നില്ലെന്നായി. കാരണം സാത്താൻ്റെ ഷൂട്ടിങ്, മറ്റേൻ്റെ ഷൂട്ടിങ്, ഞാൻ അവിടെ നല്ല പടങ്ങൾ വരാൻ തുടങ്ങി. ഞാനാണ് ഇവരുടെ ഒരു അമ്മയായിട്ട്. എനിക്കൊരു സങ്കടം, ഈ പിള്ളേരൊക്കെ രാത്രി വരെ. അപ്പോൾ രാജുവിനോട് വിളിച്ചു കഴിഞ്ഞാൽ, എടാ മോനെ നീ റിലീസ്. അപ്പോൾ ആദ്യം കുറേ കാലം പടം റിലീസിന് രാജു തിരുവനന്തപുരത്ത് വന്ന് പടം കാണും. അന്ന് കല്യാണമൊന്നും കഴിയില്ല. അപ്പം ഞാനും പോകും കൂടെ. ഇന്ദ്രൻ ഉണ്ടെങ്കിൽ ഇന്ദ്രൻ വരും. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ പോയി കാണുമായിരുന്നു. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ അപ്പോൾ ഇവർ ഈ പിള്ളേർ, അമ്മ ചേട്ടൻ വന്നിട്ടുണ്ട്, ഞാനുണ്ട്, ഒന്ന് ഇതുവഴി വരണേ അമ്മ ഇന്ന് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോഴത്തേക്ക് ഇവിടെ ആളൊക്കെ ഭക്ഷണം കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ കാര്യം നോക്കുമ്പോൾ ഈ അലങ്കാരം അങ്ങ് കൂടുക. പിന്നെ തോരണങ്ങളായി, ബോർഡിൻ്റെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ എനിക്ക് സങ്കടവും വരുന്നു. ഞാനപ്പോൾ ചോദിക്കും, മോനെ നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ, 12 മണിയാവുന്നല്ലോ. ഇല്ല പോട്ടെ, ഞാൻ ചെയ്യരുത്. 12 മണിക്ക് ഉറങ്ങുന്ന അമ്മയെ ചെന്ന് വിളിച്ചുണർത്തി, ചാപ്പാടെടുത്ത് അമ്മേ ഞങ്ങൾ പൃഥ്വിരാജിൻ്റെ തിയേറ്റർ അലങ്കരിക്കാൻ പോയാൽ പറയരുത്, അത് വേണ്ടാന്ന് പറഞ്ഞാൽ. അന്നൊരു അമ്മയെ പോലെ, ഒരുപാടൊന്നും അല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളത്. അപ്പോഴാണ് ഇവർക്കൊരു ഗുരുനാഥനെ പോലെ നിൽക്കുന്ന ആളാണ് ഈ അനൂഷ് മോഹൻ. ഒരു കലാകാരനാണ്, അത്യാവശ്യം എല്ലാ കഴിവുകളും ഉള്ള ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് ഷോർട്ട് ഫിലിം അത് ഇതെന്നൊക്കെ പറഞ്ഞ് പക്ഷെ അനൂഷ് അന്നും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ത് ജോലി ഏൽപ്പിച്ചാലും അതിലോട്ട് ഈ പറഞ്ഞതുപോലെ. ഞാനത് പറയും, ഇപ്പം രാജു ഒരു പടത്തിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു, വീട്ടിൽ ആർക്കും ഇടാൻ പോലും ഒക്കത്തില്ല 6 മാസത്തേക്ക്. അതുപോലെ